വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അതായത് നമ്മൾ ഹോം ബേക്കേഴ്സ് ടീമിൻ്റെ ഒരു ട്രിപ്പാണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. അതായത് ഇരിട്ടി ഹോം ബേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഡിസ്കസ് ചെയ്യും എവിടെയെങ്കിലും പോകണേന് നമുക്ക് ലേഡീസ് ഓൺലി ആയിട്ട്. പക്ഷേങ്കിൽ എല്ലാവർക്കും രാവിലെ പോയാൽ സന്ധ്യ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ തിരിച്ചെത്തുകയും വേണം. അങ്ങനെ നമ്മളിങ്ങനെ ടൂർ പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. പിന്നത്തെ അതിലെ ചർച്ച മുഴുവനും ഡേറ്റാണ്. ഒരു ദിവസം ഒരാൾക്ക് വരാൻ പറ്റുവാണെങ്കിൽ അടുത്ത ദിവസം വേറൊരാൾക്ക് വേറെ എന്തെങ്കിലും പരിപാടി, അങ്ങനെ ഒരു വിധത്തിൽ നമ്മളൊരു ഡേറ്റ് അവിടെ ഫിക്സ് ചെയ്ത് വെച്ച്. പിന്നെ നോക്കുമ്പോഴത്തേക്ക് സ്ഥലത്തിൻ്റെ കൺഫ്യൂഷന്. ഇതിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്തും പോകണം, ഇത് എവിടെ പോകും, കണ്ണൂരും അവിടെ ഇവിടെ എപ്പോഴും പോയി അടുത്ത സ്ഥലമാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ആച്ചി പറഞ്ഞത് ഇങ്ങനൊരു സ്ഥലമുണ്ട്. ഇത് കിട്ടാൻ വേണ്ടിട്ടായിരിക്കും ഇത്രയും നാൾ നമ്മള് വെയിറ്റ് ആക്കിയിട്ടുണ്ടാകാൻ. ഇതായിരിക്കും ഇത്രയും നാൾ കണ്ടു പോയിട്ടുണ്ടാകാൻ. അല്ല, ഓള് സെറ്റ് ആയിരിക്കും, ഓളെ പ്രശ്നേ ഇല്ല, ഓളെ എല്ലായിടത്തേക്കും റെഡിയാ. അതെ, ഓളെ എല്ലായിടത്തേക്കും റെഡിയാ. ആച്ചി പെട്ടെന്ന് ബുക്കായിക്കോ. റുബൈദ ഡബിൾ ഓക്കെ. അങ്ങനെ ഒടുക്കം നമ്മളെ സ്ഥലം അങ്ങ് ഫിക്സാക്കി മക്കളെ, നമ്മളെ മാമക്കോയ പറഞ്ഞ പോലെ. പിന്നത്തെ നമ്മളെ ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിന് ഇറങ്ങുക എന്നുള്ളത്. അതായത് രാവിലെ ഇറങ്ങണം എന്നുള്ളത്. 7 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ 8 മണിക്കായാലും ഞാനൊന്നും ഇറങ്ങലുണ്ടാവില്ല. പക്ഷെ എല്ലാവരും നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞ അതേ ടൈമിന് തന്നെ എല്ലാവരും ഇറങ്ങിയിട്ടും ഉണ്ടായിന് കേട്ടോ. അങ്ങനെ അതുപോലെ തന്നെ ഓരോ ആൾക്കാരും വെറൈറ്റി സ്നാക്സും കൊണ്ടുവന്നിട്ടുണ്ടേനും. ഇറച്ചിപ്പത്തിൽ, ചിക്കൻ റോള്, കല്ലുമ്മക്കായി, പിന്നെ എന്താ പറയണ്ടേ, ഇനിയും ഒരുപാട് ഐറ്റം എല്ലാം എനിക്ക് ഓർമ്മ വരുന്നില്ല. അതുപോലെ മുട്ടമാല, ബ്രൗണി, ഇങ്ങനത്തെ ഐറ്റംസുകൾ എന്തിനു പറയുന്നു, പഞ്ചാരമാങ്ങ വരെ എടുത്തിട്ടുണ്ടായിന് കേട്ടോ. ലൊട്ടക്കച്ച എല്ലാം ഉണ്ടായിന്. പക്ഷേ എങ്കിൽ എല്ലാം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് നമുക്കിങ്ങനെ പോകുന്ന സമയത്തൊക്കെ കൂടുതൽ ഇവരെ കൂടെ എൻജോയ് ചെയ്യാനല്ല നോക്കുള്ള. പിന്നെ വീഡിയോ എടുക്കാനും മടിയാവും. എന്നാലും ഞാൻ വിചാരിച്ച് കുറേ അതിൽ വീഡിയോ ഇടാത്തന്ന് വെറുതെ ഈ ഒരു സ്ഥലമാണെങ്കിൽ അത്യാവശ്യം എല്ലാവർക്കും ഒന്നും അറിയുകയും ചെയ്യൂല. പിന്നെ അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതായത് പയ്യന്നൂരിനപ്പുറത്ത്, കാസർഗോഡിന് ഇപ്പുറമായിട്ടാണ്. കാസർഗോഡ് ജില്ലയുടെ തെക്കേ അറ്റത്തുള്ള മനോഹരമായ ഒരു വാട്ടർ തീം പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. തൃക്കരിപ്പൂരിൽ വീലാൻഡ് പാർക്ക് എന്ന് പറയും. അതായത് തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ വെള്ളാപ്പ് എന്ന സ്ഥലത്താണിത്. തൃക്കരിപ്പൂർ ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വെള്ളാപ്പ്. അങ്ങനെ നമ്മൾ വീലാൻഡ് വാട്ടർ തീം പാർക്കിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു 10 മണിയാകുമ്പോഴാണ് എത്തിയത്. അവിടെ 10:30ക്കാണ് ഓപ്പണിങ്. പിന്നെ നമ്മൾ വിചാരിച്ച് ഇവിടെ തന്നെ അടുത്ത് തന്നെ വലിയ പറമ്പ് ബീച്ച് ഉണ്ട്. അവിടെയും നല്ല രസമുള്ളൊരു ബീച്ചും പിന്നെ വേണമെങ്കിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വെയിലൊക്കെയാണ്, എന്നാലും സാറില്ല, ആ ഒരു ബീച്ചിൽ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് പോകാൻ വിചാരിച്ച്. അങ്ങനെ ഈ ഒരു ബീച്ചിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ വേഗം ഇങ്ങ് വന്നിട്ടാണ്. നമ്മളിൽ ടൈം വളരെ കുറവാണല്ലോ, എല്ലാം നമ്മൾ വിചാരിച്ച ആ ഒരു സമയത്തിൽ ഒതുങ്ങി കിട്ടണ്ടേ. അങ്ങനെ വീലാൻഡ് പാർക്കിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ ആ ഒരു എൻട്രൻസ് വ്യൂ. നല്ല ഭംഗിയുണ്ട് ഇവിടെ തന്നെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അകത്തെ കാഴ്ചകൾ എന്തായാലും നിങ്ങൾ കാണാൻ പോകുന്നുണ്ടല്ലോ. ഇവിടെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ് കേട്ടോ.
അകത്ത് കയറി നോക്കുമ്പോഴത്തേക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്, ഇങ്ങനെ നടന്ന് കാണാൻ മാത്രം ഉണ്ട് എന്തായാലും. പക്ഷേങ്കിൽ റൈഡും കാര്യങ്ങളൊന്നും അങ്ങനെ എല്ലാം ഒന്നും ഓപ്പൺ ആയിട്ടില്ല എന്നപ്പോൾ നമുക്ക് ആകെ ഡൗൺ ആയ പോലെ അതിനും ആദ്യം. പിന്നെ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഇനിയും വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ മെയിനായിട്ട് ഇവിടെ ഉച്ചയ്ക്ക് ശേഷമാണ് കുറച്ചും കൂടി കൂടുതൽ ആൾക്കാർ വരുത്തും, കൂടുതൽ എല്ലാ റൈഡുകളും ഓപ്പൺ ആകുന്നതും എന്നൊക്കെ പറഞ്ഞു. നമ്മൾ രാവിലെ തന്നെയാണല്ലോ പോയത്. ഈവനിങ്ങിൽ ഭയങ്കര രസമുള്ള കാഴ്ചകളും കൂടി തന്നെയാണ്. അങ്ങനെ എന്താ പറയുക, നമ്മൾ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ കണ്ട്, പിന്നെ കുറച്ച് കുട്ടികൾക്കുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്, അതിലൊക്കെ കയറ്റി. ഇനിയും കുറച്ചും കൂടി കാര്യങ്ങൾ ഇവിടെ വരാനുണ്ടെന്നും ഇവിടുത്തെ പണി ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇതിനകത്തേക്ക് കയറിയെ കാണാൻ പറ്റിയത്. എന്തായാലും വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം കണ്ട് ആസ്വദിക്കാൻ മാത്രം ഉണ്ട് എന്ന് തന്നെ പറയാം. ഇതിനകത്തുള്ള നമ്മൾ ഓരോ റൈഡിലും കയറുമ്പോൾ അതിന് ഓരോന്നിനും ഓരോ ടിക്കറ്റ് എടുത്ത് കയറാമെന്നുള്ളതാണ്. ഈ ഒരു റൈഡിൽ ഇവരെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിൽ കയറി. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാട്ടോ, അതുകൊണ്ട് ഞാൻ കയറിയിട്ടില്ലേനു. അങ്ങനെ ഇവരെല്ലാം കയറുമ്പോൾ ഫസ്റ്റിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇവരോട് പറഞ്ഞ് ഇത്രയും സ്പീഡ് ഉണ്ടാവും അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്, പിന്നെ നോക്കുമ്പോൾ ഒന്ന് നിർത്തുമോ എന്നുള്ള കരച്ചിലായിരുന്നു, കൂട്ടക്കരച്ചിലായിരുന്നു എല്ലാം കൂടിയും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, തലകറങ്ങുന്ന ഒരു ഫീലാണെന്നല്ലോ ഉണ്ടാവുക. നല്ല വെയിലുമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇവിടെ ഉച്ചയ്ക്ക് ശേഷം തന്നെ വരുന്നതായിരിക്കും. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ട് രാത്രിയത്തെ വ്യൂവും കൂടി ആസ്വദിച്ച് അങ്ങനെ ആകുമ്പോൾ ഭയങ്കര രസമായിരിക്കും എന്നൊക്കെ തോന്നിയിട്ടോ. പിന്നെ കുട്ടികളുടെ റൈഡിലപ്പുറം വേറെ തന്നെ ഉണ്ടേനു. അങ്ങനെ എല്ലാവരും ഓരോരാളും ഓരോ കുട്ടികൾക്ക് വേണ്ടുന്ന സംഭവങ്ങളിൽ വാങ്ങിക്കൊടുക്കാനും അവരെ റൈഡിൽ കയറ്റാനും അങ്ങനെയൊക്കെ ആയിട്ട് പോയി. ആ ടൈമിൽ ഞാനിതാ ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങളും ഒന്ന് കണ്ടു നോക്കേട്ടോ.
മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങി കണ്ടു. അത്യാവശ്യം റൈഡിലൊക്കെ കയറി, കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെന്താ, നല്ല വെയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മളൊന്ന് പോയി ഫ്രഷ് ആകാനൊക്കെ ഒരു സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ. അത്യാവശ്യം നിസ്കരിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്തായാലും ഒരു 2:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കേട്ടോ. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഈവനിങ് ടൈമിൽ വന്നു കഴിഞ്ഞാലാണ് ഒന്നുകൂടി ഭംഗി ഉണ്ടാവുക. അന്നേരമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഓപ്പൺ ആവുന്നതെന്ന് തോന്നുന്നു. പിന്നെ എന്തായാലും ഇവിടെ വന്നിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ള ഈ ആർക്കോ ഫുഡ് കോർട്ടിലേക്കാണ് പോയത്. ഇവിടെ ഒരു പാർക്കും കൂടിയാണ് കേട്ടോ. ഞാൻ പറയുന്നത്, ഇവിടെ വന്നു കഴിഞ്ഞാലില്ലേ നമുക്ക് 3 സ്ഥലം കവർ ചെയ്യാൻ പറ്റും. ഒന്ന് വരുമ്പോൾ തന്നെ കയറി ആ ഒരു ബീച്ച്, അവിടെ ഒരു ദ്വീപുണ്ട്. പിന്നെ ബോട്ടിങ്ങിൽ വേണമെങ്കിൽ അങ്ങനെയും കയറാം. പിന്നെ ഈ ഒരു വീലാൻ പാർക്ക് ഇതാ. പിന്നെ ഇവിടെയാണ്. ആദ്യം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണാം കേട്ടോ. നമ്മൾ നല്ല വിശപ്പ്, എന്താ പറയുക, നല്ലോണം വെയിലൊക്കെ കൊണ്ട് ആകെ ടയേർഡായിട്ടല്ലേ ഉള്ളത്. അങ്ങനെ വിശന്നിട്ട് തന്നെ ഉണ്ടായിന്. നമ്മൾ അൽഫാം മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തിന്. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള വീഡിയോസ് കാണാം. അങ്ങനെ നല്ല അടിപൊളി അൽഫാം മന്തിയൊക്കെ കഴിച്ച് ഫ്രീ ആയതിന് ശേഷം നമ്മളിതാ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാന്ന്. ഇവിടെ ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ ഇതിനകത്തേക്ക് കയറാൻ. എന്തായാലും അത്യാവശ്യം നല്ല വേർത്താവും, കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടമാവും തന്നെ പറയാം. നമുക്കിങ്ങനെ എന്താ പറയുക, വലിയാക്കും മുഷിപ്പൊന്നും ഉണ്ടാവില്ല. നല്ല രസമുണ്ടായി ഞാൻ ഇതിനകത്തെ കാഴ്ചകളും കൂടിയും. അപ്പോൾ എന്താ പറയുക, ഇത്രയൊക്കെയാണ്. പിന്നെ നമ്മൾ വേറെ എവിടെയും പോകാനൊന്നും നിന്നിട്ടില്ല. എന്തായാലും വേഗം ഇനി നാട്ടിലേക്ക് വിടാൻ വിചാരിച്ചേ. പിന്നെ പോകുന്ന പോക്കിൽ തളിപ്പറമ്പിൽ നിന്ന് ഒരു സ്ഥലത്ത് നിർത്തി അവിടുന്ന് ചായയൊക്കെ കുടിച്ചു. അത്രയൊക്കെ ഉള്ളൂ. എന്താ പറയുക, നല്ല അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു. ഒരുപാട് ഇഷ്ടമായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫീൽ തന്നെയാണ്. നമ്മൾ ഫാമിലീസിൻ്റെ കൂടെയും പോകുന്നത് വേറൊരു ഫീല്, അതായത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ വേറൊരു ഫീൽ, അങ്ങനെയാണല്ലോ അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകുന്നത് നമുക്കൊരു എന്താ പറയുക, മനസ്സിനൊരു സന്തോഷം തന്നെയാണ്. എന്തെങ്കിലും ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചിട്ടും. എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടമായി. നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ജസ്പിസ് കിച്ചൺ എന്ന എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയോടെ ചെയ്യണേ. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം, ഇൻഷാ അല്ലാഹ്.